ഈ പൈക്കളും നായ്ക്കളും ഒരുപോലെയാണ്, രണ്ടും മണത്തില്ലല്ലോ. അയറ്റിങ്ങൾക്ക് അറിയാതെ അത് വളർന്ന സ്ഥലം അതായി ആര്യാര ദൗത്യത്തിലുണ്ടാവുന്നു. എവിടെയെങ്കിലും കെട്ടിയിട്ട് തട്ടാന്റെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു അല്ലേ? കയറ് വിട്ടതാ പറ്റിച്ചു. പോയതെന്തായാലും പോയി, നീ കയറും വിട്ട്. പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ഫലം? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. എന്ത് കേക്കാൻ? പുറത്തു പോണ കാര്യം ഒഴിച്ച് എന്ത് വേണോ പറഞ്ഞോ, നമ്മള് കേക്കാം. ഞമ്മക്ക് രണ്ടുപേർക്കും കൂടെ എന്റെ ഇളയപ്പാന്റെ വീട് വരെ ഒന്ന് പോയിക്കൂടെ? അവിടെ നേർച്ചയില്ലേ? പിന്നാമ്പറത്തെ കുന്നിന്റെ മുകളിൽ പോയിരുന്നാൽ എന്ത് ഭംഗിയാ. മയ പേണേന് മുന്നേ ആണേല് രണ്ട് മയവില്ലും കാണാം. കൊന്നുകളെ ഞാൻ. അനക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്? അന്ന നമ്മൾ നല്ലോണം നോക്കണില്ലേ? തിന്നാൻ തരണില്ലേ? ഈ കാണുന്നതൊക്കെ അനക്കുള്ളതല്ലേ? പിന്നെ ഒന്നിച്ച് കയ്യും പിടിച്ച് നേർച്ചയ്ക്ക് പോകാനും പറ്റും. നമ്മളെന്താ പ്രേമിക്കുക? അന്ന കെട്ടണേന് മുന്നേ രണ്ടെണ്ണത്തിനെ നമ്മൾ കെട്ടി. ഉത്സവത്തിന് കൊണ്ടുപോയി, നേർച്ചയ്ക്ക് കൊണ്ടുപോയി, സിനിമയ്ക്ക് കൊണ്ടുപോയി. ഒടുവിൽ എന്തുണ്ടായി? രണ്ടു ഓരോ കള്ള നായിന്റെ മക്കളുടെ കൂടെ നമ്മൾ അറിയാണ്ട് ഒളിച്ചോടി പോയി. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഹലോ എന്റെ പുന്നാര മുത്തേ, അന്ന ഞമ്മക്ക് 1000 വട്ടം വിശ്വാസമാണ്. എന്നാലും ഒരു പേടി. അതുകൊണ്ട് അന്ന നമ്മൾ എവിടെയും കൊണ്ടുപോകില്ല. ഈ നാട്ടിലുള്ള ഒരു ഹമുക്കും അന്നെ കാണാൻ നമ്മൾ സമ്മതിക്കല. അനക്ക് മയവില്ല് കാണണമെങ്കിൽ ഭയുണ്ട്. ഇങ്ങനെ കണ്ണി വായിലെടുത്ത് തുപ്പിയാ മതി. അതിന്റെ ഉള്ളിൽ കാണാം മയവില്ല്. 7 നിറത്തില്. പക്ഷെങ്കിൽ വെയില് വേണം. അല്ലോ സൂക്ഷിക്കണം. പെണ്ണുങ്ങളെ ചിരി കേൾക്കുന്നുണ്ട്. ആചാര ബീവിനെ നമ്മൾ കണ്ടു എന്ന് അറിഞ്ഞാൽ അയാളെ നമ്മളെ മയ്യത്താക്കും. മയ്യത്തായാലും ശരി, എനിക്ക് എന്റെ പശുവിനെ കിട്ടണം. എന്നാലൊരു കാര്യം ചെയ്യാം, ആചാരം നേരിട്ട് എന്ന് കാണാതെ നമുക്ക് നേരെ ആലോചിച്ച് നോക്കിയാൽ എന്താ? എന്നവാ, എനിക്ക് ആചാരം എന്തിനാ? പശുവിനെ കിട്ടിയാൽ മതി. ഇതിനകത്തില്ല. അയാളെ നമ്പാൻ പറ്റൂല. അയാൾ തോത്തിന്റെ പുറത്തും കെട്ടും. വാ പോയൊക്കെ ഉണ്ടാവും. വേഗം കയറിക്കും. ആചാരം നോക്കാം. അയ്യോ ചാടല്ലേ, ഇവിടെ ചാണകക്കുഴിയാണ്. ആരോ തൊടിയിൽ കടന്നിട്ടുണ്ടല്ലോ. ഈ പട്ടാപ്പകല് നമ്മുടെ താടിന്റെ ചോട്ടിൽ കള്ളന്മാരാ. അകത്ത് പോ, അകത്ത് പോ, ഈ അകത്ത് പോ. എന്നെ അവര് കണ്ട ആരാണ്ടാ ചോദിക്കാണ്ട് തൊടി കടന്നത്? ഇത് പെണ്ണുങ്ങളുള്ള വീടാണെന്ന് അറിയില്ലേ? ഞാൻ ചെയ്താമാരാണ്ടാത്. ആചാരെ എന്റെ 3000 പോയി. ആചാരെ ആ പശു കയറും കൊണ്ട് ഓടി. ചാണകക്കുയിൽ ഏതായാലും ഇല്ല. അത് ഞങ്ങൾ നോക്കി. ആചാരം ഒന്ന് ചുറ്റും നോക്കി, അവിടെ എവിടെങ്കിലും ഉണ്ടാവും. ആ തട്ടാം ഭാസ്കരന്റെ അച്ഛൻ മരിച്ച് നിലവിളി കേട്ട് എല്ലാം മറന്ന് ഞാൻ ഓടിയത് ഒടുവിൽ ഇങ്ങനെ ആയല്ലോ കർത്താവേ. ചാവാങ്ങന്റെ നേരെ അവര് മയ്യത്തായ. ഔവക്കർ പറഞ്ഞിട്ടാണ് നമ്മൾ വിവരം അറിഞ്ഞത്. പടച്ചോ നിരീച്ച മനുഷ്യന് തടുക്കാൻ പറ്റില്ല മോനെ. ആൾക്കാരും വന്ന് തുടങ്ങില്ല അല്ലേ? എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു. സാധനം നന്ന്. എന്നാലും ഭാസ്കര, കൂലിത്തിരി കടുപ്പാ. 187 രൂപ. ഓ, പണിക്കരാശാൻ നിർബന്ധിച്ചാൽ ഞാൻ 1 രൂപ കുറയ്ക്കും. പക്ഷെ നിർബന്ധിക്കരുത്. ഒന്നാലോചിച്ച തന്റെ തൊഴിലാ നല്ലത്. സ്വർണ്ണ ഐശ്വര്യമുള്ള ലോഹ. ഇഷ്ടപ്പെട്ടോ? 187 രൂപയായി. നന്നായിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ ഡിസൈൻ പകരം ഇപ്പൊ ഇറങ്ങിയ ഒരു ഡിസൈൻ ഇല്ലേ, അത് മതിയായിരുന്നു. ഏത് ഡിസൈൻ? ഇങ്ങനെ 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 ഇങ്ങനെയല്ലേ? അതിന്റെ ഒരു ഏകദേശ രൂപം തന്നെയാ ഇത്. പിന്നെ ഇങ്ങനെ വട്ടത്തില് കുത്തുകുത്തായിട്ട് ഒരു ഡിസൈൻ ഉണ്ട്. അതാണ് ഇതിന്റെ സൈഡിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പിന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. അത് തമിഴ്നാട്ടുകാരുടെ ഡിസൈനാ. ഇതിനകത്തേക്ക് വന്നിട്ടില്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം.
5 ദിവസത്തെ പണിയേ ഉള്ളൂ. മതി മതി, വട്ടത്തിലും നീട്ടത്തിലും ഒന്നും ഇനി പണിയണ്ട. ഇത് മതി, നല്ല ഒന്നാന്തരം കമ്മല്. ഭാസ്കരൻ പോ, പൈസ ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. ചായ കുടിച്ചിട്ട് പോവാട്ടോ. ഒരു ടോയും ഇല്ല, ചായ കുടിക്കാനൊന്നും അവന് നേരമില്ല. ചാക്ക് കണക്കിനല്ലേ സ്വർണ്ണം ഉരുക്കാനും വളയ്ക്കാനും അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, അല്ലേ പാക്കര? അങ്ങനെയൊന്നുമില്ല. കമ്മല് ശരിയായോ ഭാസ്കര? ആ ശരിയായി ശരിയായി. നോക്കട്ടെ. എന്റെ ഈ മാലയും കൂടെ ഒന്ന് ഉടച്ചു പണിയണം. അതൊന്നും ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ പറയാം. ഉടച്ച് പണിയുന്നതിൽ നല്ലത് വേറൊന്ന് പണിയുന്നതാ. മാറ്റ് കുറയും. ആ ഭാസ്കരൻ പറഞ്ഞതാ ശരി, മാറ്റി കുറയ്ക്കണ്ട. എന്താ ഭാസ്കര, ഭാസ്കരനെ അറിയാഞ്ഞിട്ടാ. ഈ അമ്മയ്ക്കും മോൾക്കും സ്വർണം എന്ന് പറഞ്ഞാ വെകിളിയാ. കയ്യില് സ്വർണം, കാലില് സ്വർണം, മൂക്കില് സ്വർണം, വായില് സ്വർണം. ഇങ്ങനെ പോയാ അവസാനം ഇവര് എന്നെ ഉരുക്കി വെക്കും. ഭാസ്കരൻ പോ. എനിക്ക് അച്ഛൻ എന്ത് പണിയാ കാണിച്ചേ? ആ ഭാസ്കരേട്ടനെ ഉപയോഗിച്ച് അമ്മയോട് ഇങ്ങനൊന്നും പറയണ്ടായിരുന്നു. ഡേയ്, അവൻ തട്ടാനാ, നീ പണിക്കെത്തിയാ. ഈ പണിക്കര് നിന്റെ തന്തയാ. നീ മാനത്ത് കാണുമ്പോ ഞാനത് മനസ്സിൽ കാണും. കയ്യിൽ ഇങ്ങനെ 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 പടം വരച്ചിട്ടുള്ള കളിയുണ്ടല്ലോ, അത് ഈ തന്തയുടെ മുമ്പിൽ വെച്ച് വേണ്ട. വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് കഴുകിക്കളാ. വച്ചോണ്ടിരുന്ന ക്ലാവ് പിടിക്കും. ആണല്ലേ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ ഒറ്റ തൊഴി വെച്ച് തരും. അമ്മയും മോളാ പറമ്പിൽ ചെന്ന് കിടക്കും. തൊഴിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടാവാതിരിക്കാനാ തൊഴിക്കുന്നത്. എന്താ മോളെ ഉണ്ടായേ? ഞാൻ ആ ഭാസ്കരേട്ടനോട് ഒന്ന് സംസാരിച്ചതിന് അച്ഛൻ. ആ അത്രേ ഉള്ളൂ. എന്റെ മോള് സംസാരിച്ചു. അയൽവക്കക്കാരോട് സംസാരിച്ചോണ്ടേ ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. എന്തു നല്ല ചേർച്ച. ഒരു ഞാത്തോടെ തീർപ്പിക്കണം. വേണ്ടേട്ടോ, രാത്രി വേലി ചാടുമ്പോ ആരെങ്കിലും കാണും. എന്നായാലും ഒരിക്കൽ ആരെങ്കിലും കാണണ്ടേ? രാത്രി കണ്ടാൽ കൂടുതൽ എളുപ്പമായി. നമ്മുടെ കല്യാണം വേഗം നടക്കും. അയ്യോ, അച്ഛന് ചെറിയ സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും സാരമില്ല. ഒരു ദിവസം നിന്റെ അച്ഛനെ ഞാൻ തട്ടിക്കോളാം. എന്താ അച്ഛാ? നീ വീഡിയോ വിളിക്കാറുണ്ടോടി?
പേടിയോ? ഇല്ല. ഒന്ന് ഊതിയേ. ഏ? ഊതാൻ. ഒട്ടും. ഉം. എന്താ എന്താ ഇവിടെ ഈ ബഹളം? അച്ഛൻ ചോദിക്കുക ഞാൻ ബീഡി വലിക്കാറുണ്ടോന്ന്. ആ അവളല്ല, ഞാനാ വലിക്കാറ്. ഇങ്ങോട്ട് വന്നേ. ആതിരാ നേരത്തെ ഒരു ബീഡി വലി കണ്ടുപിടുത്തം. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കഴിഞ്ഞില്ല ഇതുവരെ. തുണി അലക്കലൊക്കെ പിന്നെ മതി. നീ ഒന്ന് വേഗം വന്നേ. ഓ, തൃപ്പൂണിത്തറയിലാ പയ്യൻ. മുത്തച്ഛന്മാരുടെ കാലത്തുള്ള സ്വർണ്ണപ്പണി മുറ തെറ്റാതെ കൊണ്ടുനടക്കുന്ന ഒരുത്തനാ. വിദ്യാഭ്യാസം ഉള്ളവനാ. അവളെവിടെ? സാവിത്രി, ആ നനച്ചതൊക്കെ ഒന്ന് തോരാനിടൂ. കണ്ടാൽ ആരും ഇഷ്ടപ്പെടും. നമുക്ക് വഴിയുണ്ടാക്കാം. ഇവന്റതും ഒന്ന് ആലോചിക്കണം. ഇത് നിറച്ചു ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്. നമുക്കൊന്ന് തപ്പാം. വേണ്ട, എനിക്ക് വേണ്ടത് ഞാൻ തന്നെ തപ്പിക്കോളാം. ഈ തൃപ്പൂണിത്തുറക്കാരനെ ഒന്ന് തപ്പ്. ഒരു സാമ്പിൾ നോക്കാലോ. സാവിത്രി, ഞാൻ കണ്ടുവരുന്നത് വല്ലതും ഉറപ്പിച്ചോ? ഈ ചേച്ചിക്ക് വട്ട എങ്ങാണ്ടുള്ള ആരുടെങ്കിലും പേരും പറഞ്ഞ് 5ഓ 10ഓ വാങ്ങി അയാൾ ഇന്നും പോവും. അത്ര തന്നെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആക്കിയാൽ എന്താന്ന് ഭാസ്കരേട്ടൻ്റെ അമ്മയോട് ചോദിക്കുന്ന കേട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കേട്ടോ, അത് ശരിയാവൂല. ആ, ഞാൻ വിളിച്ചത് ഇതറിയാനല്ല കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടോ കുറച്ചെടുക്കാൻ? അയ്യോ, ഒട്ടുമില്ല. ഒക്കെ ഇന്ന് പപ്പടം കാച്ചി തീർത്തു. മണ്ണെണ്ണ മതിയോ? ഇതിലെ ഒരു സ്വർണ്ണ ചുറ്റ്. ആ സ്വർണ്ണ ചുറ്റില് കുറെ സ്വർണ്ണ മണികള് അത്രേ വേണ്ടു. ചുരുങ്ങിയത് ഒരു പവനെങ്കിലും വേണ്ടിവരും വെളിച്ചപ്പാടെ. എന്റെ ഭഗവതി, ഒരു പവനോ? ഒരു മയത്തില് സ്വർണം പോലെ തോന്നിയാ മതിയടോ. ഭഗവതിയുടെ വാളാ. ഭഗവതിക്ക് എന്തിനാ സ്വർണം കെട്ടിയ വാള്? വെളിച്ചപ്പാടിന് ഒരു അന്തസ്സിന് കയ്യിൽ പിടിക്കാനല്ലേ? വെളിച്ചപ്പാട് ഒരു കാര്യം ചെയ്യും. ആ പണിക്കരോട് പറഞ്ഞ് ഇതൊരു പ്രാർത്ഥനയാക്ക്. ഒരു പവനൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അതൊക്കെ ശരിയാ. പക്ഷെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ എളുപ്പത്തിൽ നടക്കുവോ? പണിക്കൊരു വലിയ പിശുക്കനാ. പക്ഷെ വെളിച്ചപ്പാടിനെ പണിക്കർക്ക് വലിയ വിശ്വാസം, അതെനിക്കറിയാം. ഒന്ന് ശ്രമിച്ചു നോക്കല്ലേ? നോക്കന്നെ. കയ്യിലുണ്ടായിട്ടല്ല, എനിക്ക് ഒരേ ഒരു മോളാ. അവൾക്ക് ഈശ്വരാധീനം ഉണ്ടാവാൻ 1 അല്ല 9 പവൻ ഞാൻ ഭഗവതിക്ക് കൊടുക്കും. 9 എന്ന് ഞാനൊരു ആവേശത്തിലങ്ങ് പറഞ്ഞതാ, അത് കാര്യാക്കണ്ട. ഇതിനൊരു ചുറ്റും പിന്നെ 4 മണിയും അത് ഞാൻ ഏറ്റു. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അത് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി ഭഗവതിയോട് അങ്ങ് പറയണം. ഇവളുടെ വിവാഹം ഈ നാട്ടുകാർ മുഴുവൻ അസൂയ കൊണ്ട് എരിപുരി കൊള്ളും വിധം ഏറ്റവും ആർഭാടമായി ഏറ്റവും നേരത്തെ നടക്കണം. അതൊരു അതിമോഹമല്ലേ പണിക്കരെ? കല്യാണം നടന്നാ പോരെ? പോരാ, അതിമോഹം തന്നെയാ. പണിക്കര് പിശുക്കന, നാറിയ, 4 കാശ് ചെലവാക്കാൻ ഇഷ്ടക്കേടുള്ളവന എന്നൊക്കെ പറയുന്ന ചില നാട്ടുപ്രമാണികളും ചില അയൽക്കാരും ഇവിടെ ഉണ്ട്. അവരൊക്കെ അത് കാണണം, അതെനിക്ക് നിർബന്ധ. എല്ലാം നടക്കും. പണിക്കര് പ്രാർത്ഥിച്ചോ? എന്റെ ഭഗവതി. പ്രച്ഛട പ്രച്ഛട സ്വാഹാ ദഹി ദഹി. മാനാരെ, ആ പൊള്ളാച്ചി ഭാഗത്ത് പശുക്കളുടെ അങ്ങാടി നിലവാരം എങ്ങനെയുണ്ടെന്ന് ആ തമിഴ് പേപ്പറിലൊന്ന് നോക്കൂ. പണ്ട് ഞാനതൊക്കെ വായിച്ചിരുന്നതാ. കച്ചവടം പൊളിഞ്ഞപ്പോൾ നിർത്തി. പൊള്ളാച്ചി ഭാഗത്തേ ഇല്ല. തക്കല തേങ്ങാപട്ടണം ഭാഗത്തുണ്ടോ? വേണോ? വേണ്ട 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 വേണ്ട. അവിടുത്തെ പശുക്കൾക്ക് ഒരു 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 മൂരി സ്വഭാവ. പരിപ്പാട് നാലഞ്ചാൻ എടുത്തേട്ടെ. എന്തിന് തലപ്പന്ത് കളിക്കാനോ? എൻ്റെ വയറ്റിൽ പിടിക്കില്ല. ഞാൻ പണിക്കരുടെ അവിടെ നിന്ന് പ്രസാദവും പഴവും ഒക്കെ സുഖമായിട്ട് കഴിച്ചിട്ടാ വരണേ. ഇന്ന് പണിക്കരുടെ ഒരു പൂജ ഉണ്ടായിരുന്നു. നമ്മുടെ വെളിച്ചപ്പാട് കലക്കി ഉറഞ്ഞു തുള്ളി. തുള്ളും തുള്ളും. തുള്ളലിന്റെ കാര്യത്തിൽ നമ്മളെ വെളിച്ചപ്പാട് കളിച്ചേക്കാൻ ഭൂമിയിലൊരു മനുഷ്യൻ ജനിച്ചിട്ടില്ല. ആ വൃത്തിയില്ലാത്ത വർഗം, നാണക്കേട്.
സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ച് കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം. അടുത്ത പഞ്ചായത്ത് കൂടട്ടെ. ഇതുങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ച് ഓടിച്ച് എരുമച്ചാണം കലക്കി തളിച്ച് ശുദ്ധമാക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ പാപങ്ങളും ഭഗവതി കാണുന്നുണ്ടാവും. അവസാനം എല്ലാം കൂടി ചേർത്ത് കെട്ടി തിരിച്ച് ഇങ്ങോട്ടൊരു കണക്കി ഒതുക്കലുണ്ടാവും. അന്ന് ഞാൻ ശരിക്കും ഉറയും എന്റെ ദേവയാനി. സത്യം പറ, ഇന്ന് നിങ്ങൾ ആ സ്നേഹലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? സ്നേഹലതയ്ക്കല്ല, സ്നേഹമില്ലാത്ത ലതയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇത് കലികാലമാ. അവളോട് നമ്മുടെ തട്ടാം ഭാസ്കരന് ഒരിത്തിരി സ്നേഹമുണ്ട്. അവര് തമ്മിൽ പ്രേമത്തിലാ. അതിന് പാര വെക്കാനാ പണിക്കരി കളി കളിച്ചത്. അതിന് ഞാൻ കൂട്ടി നിൽക്കാ വേണ്ടത്? ദൈവദോഷം ചെയ്യാത്ത ഒരൊറ്റ വെളിച്ചപ്പടേ ലോകത്തുള്ളൂ, അത് ഞാനാ. പിന്നെന്തിനാ നിങ്ങൾ ഉറഞ്ഞു തുള്ളി കൊളത്തിച്ചാടിയത്? അത് പിന്നെ തുള്ളി തുള്ളി ഓടിയപ്പം വിചാരിച്ച പോലെ ബ്രേക്ക് ഇടാൻ പറ്റില്ല, അത്ര തന്നെ. അല്ല, മാധവൻ ചേട്ടനായിരുന്നോ? അതെ. ഇതെന്താ കയ്യില്? കുറച്ച് പരിപ്പ് കടയാ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. വരൂ, എനിക്ക് വേഗം പോണം. തട്ടലിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇതേതോ അത്യാവശ്യക്കാരനായിരിക്കും എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വെളിച്ചപ്പാടിനെ കാണാൻ വേണ്ടി വന്നതാ. എന്താണാവോ? ഒരു പ്രാർത്ഥനയുടെ കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഏതായാലും നാളെ പറയാം. ഇന്നിപ്പോ ജീവനോടെ മുമ്പിൽ വന്നിട്ട് ഇനി എന്തിനാ നാളത്തേക്കാക്കുന്നത്? അകത്തോട്ട് കയറി ഇരിനായരേ. നല്ല മഴക്കോളുണ്ട്, നമുക്ക് നാളെ ആവാം. ഗുഡ് നൈറ്റ്. ഒഴിവുണ്ടായിട്ടല്ല, പിന്നെ നിങ്ങളൊക്കെ വന്ന് വിളിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാ? സ്നേഹലതേ, സ്നേഹലതേ. എന്താ ഭാസ്കര? അത് കുറച്ച് ഉമ്മി വേണമായിരുന്നു. ഉമ്മിയോ? അത്രേ ഉള്ളോ? സ്നേഹലതേ, ഭാസ്കരന് ഇത്തിരി ഉമ്മി എടുത്തോണ്ട് കൊടുമോളെ. തട്ടാമ്പണി ആയതുകൊണ്ട് ഭാസ്കരന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉമ്മിക്കരി കാണൂല്ലേ? താങ്ക് യു. അകത്തൊരു ചാക്ക് നിറച്ച് ഉമ്മിയുണ്ടല്ലോ, പിന്നെന്തിനാ അവിടെ ചെന്ന് വാങ്ങിയത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. 16 കാരറ്റ് ഒരുക്കാൻ തനി നാടൻ നെല്ലിന്റെ ഉമ്മി വേണം, അറിയോ നിനക്ക്?